ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഒത്തിരി ആൾക്കാർക്ക് വന്നൊരു സംശയത്തിന് ഉത്തരവായിട്ടാണ്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ളത്. വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കഴിഞ്ഞ LDC പ്രിലിംസിന് വേണ്ടിയിട്ട്, പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സിലബസ് ആണോ യൂസ് ചെയ്തത് അതേ സിലബസ് വെച്ചിട്ട് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പൊ തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തേതായിരുന്നു, കന്നിയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ കാൻഡിഡേറ്റ്സിനും പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പുതിയ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ PSC കണ്ടക്ട് ചെയ്തും ആദ്യമായിട്ടാണ് പ്രിലിംസ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറെ ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മുടെ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PSCക്കും. അപ്പൊ ആ ഫോൾട്ടുകളെല്ലാം ഇനി വരുന്ന ഒരു എക്സാമിന് PSC എന്തായാലും അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പോയാൽ മാത്രമേ ആ ഒരു പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തരണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പ്രിലിംസ് കിട്ടിയാൽ മാത്രമേ മെയിൻസ് കിട്ടത്തുള്ളൂ. മെയിൻസ് കിട്ടിയാലല്ല, മെയിൻസിൽ ഒരു 100 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പിക്കാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കഠിന ശ്രമം തന്നെ നടത്തേണ്ടി വരും. സോ ബി കെയർഫുൾ, നല്ല രീതിയിൽ പഠിക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നല്ലൊരു പോസ്റ്റാണ്. 17,000 മുതൽ 37,500 രൂപ വരെയാണ് സാലറി. ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. എത്ര വേണോ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എല്ലാ ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ട്. 18 മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 1985 മുതൽ 2003 വരെ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ SC ST അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്കെല്ലാം എലിജിബിൾ ആണ്, ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ SSLC ഇക്വാലന്റ് ആണ്. അതുകൊണ്ടാണ് 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആധാർ നിങ്ങൾ ഇതുവരെയും വൺ ടൈം രജിസ്ട്രേഷനിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20/10/2021 ആണ്. പിന്നെ OMR ടെസ്റ്റ് ആയിരിക്കും എന്നുള്ള കേസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. പുതിയ ആൾക്കാർക്ക് ഇതൊരു നല്ല തുടക്കമാവട്ടെ. പഴയ ആൾക്കാർ, പ്രിലിംസ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം PSC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 1.5 ലക്ഷം 2 ലക്ഷം പേര് എക്സാം എഴുതി എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ജോലി എടുക്കാൻ പറ്റത്തില്ല. ആരാണോ നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്, ആരാണോ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അവർക്കായിരിക്കണം ജോലി കിട്ടുന്നത്. അപ്പോൾ നമ്മളെക്കാളും ആരൊക്കെയോ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ അവരെക്കാട്ടിലും ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന ഒരു പോസ്റ്റിൽ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മാക്സിമം എന്ന് പറയുമ്പോൾ ഏകദേശം 90+ മാർക്ക് ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ മെയിൻസ് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. പ്രിലിംസ് ഒരു തട്ടിയും മുട്ടിയൊക്കെ കടന്നു പോക്കളയുമായിരിക്കും. പക്ഷേ പ്രിലിംസ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമുക്ക് മെയിൻസ് കിട്ടി ആദ്യത്തെ ഒരു 50-100 റാങ്കിനുള്ളിൽ വന്ന് ജോലി വാങ്ങിക്കണം എന്നാണ്. സോ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ പ്രിലിംസിനൊപ്പം തന്നെ മെയിൻസിന്റെ ടോപ്പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് വീണ്ടും ശ്രദ്ധിക്കാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.